നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂരുള്ള ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എൻ്റർ ചെയ്തിട്ട് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഇവിടെ എല്ലാം ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഒക്കെ ഇടയിലുള്ള ഗ്യാപ്പിൽ മുഴുവൻ നല്ല അലങ്കാര മത്സ്യങ്ങളാണ്. ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ്. പക്ഷേ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് വെള്ളം ക്ലീൻ ആക്കുന്നുണ്ട്, എയറേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ഒരു അടിപൊളി ആംബിയൻസ് ആണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ഞങ്ങൾ ഏകദേശം ക്ലോസിംഗ് ടൈമിലാണ് ഇവിടെ എത്തിയത്. നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെനു ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ടേബിളിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ ലൈവ് ആയിട്ട് നമുക്ക് ഓവൻ വെച്ച് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. നമ്മൾ സന്ധ്യയ്ക്ക് വരികയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വളരെ നോമിനൽ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നത് അൽഫാം, പിന്നെ പൊറോട്ട, അതുപോലെ നമുക്ക് ഈ ഗ്രിൽ പരിപാടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം കൂടി ഓർഡർ ആക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഫാമിലി ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഒരു കൗതുകമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം നല്ല കളറുള്ള ടൈപ്പ് മീനുകളാണ് കേട്ടോ. ഗോൾഡ് ഫിഷ് മാത്രമല്ല, മറ്റ് പല ഫിഷസും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നീന്തി തുടിക്കുന്ന കാണാനായിട്ട് എന്ത് രസമല്ലേ. അപ്പം നമ്മളും ഇത്രയും പ്രായമായിട്ടും ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് പോകുന്നുണ്ട്. കാരണം എല്ലാ ടേബിളിൻ്റെയും ചുറ്റും ഈ പറഞ്ഞ പോലെ വെള്ളമാണ്. അതിലൂടെ മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ്. നല്ല സർവീസാണ്, നല്ല കസ്റ്റമർ സർവീസാണ്. അപ്പോൾ തുടക്കം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ഇവിടുത്തെ വെയിറ്റേഴ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരാൻ അവർ റെഡിയാണ്. എല്ലാ ടേബിളിൻ്റെയും ചുറ്റും മീനുകൾ ഓടി നടക്കുകയാണ്. ഇതിൽ ഈ നമ്മൾ ഇരിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കുളത്തിൻ്റെ മേലെയാണെന്ന് പറയാം. അതായത് കംപ്ലീറ്റ്ലി ഒരു ബ്രിഡ്ജ് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിവശത്തു കൂടിയൊക്കെ ഈ മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരുപാട് ഹാങ്ങിങ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാളിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവ് ഗ്രില്ല് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അടിയിൽ ചാർക്കോൾ വെച്ചിട്ട് തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ തിരിച്ച് തിരിച്ച് കുക്ക് ചെയ്തിട്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കുക. ഓക്കെ, ഐറ്റം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ബ്രിഡ്ജ് റെസ്റ്റോറൻ്റ് ആണ്. വേറെയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയി വരുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഓക്കെ, അൽഫാം ഒക്കെ നല്ല ഹോട്ടായിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് പൊറോട്ട ഒക്കെയാണ്. പിന്നെ ഫുഡ് ഓർഡർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ടൈം ഗ്യാപ്പ് ഒന്നും നമുക്കൊരു വിഷയമേ ആയിരിക്കത്തില്ല. കാരണം ആ സമയത്തൊക്കെ നമുക്ക് ഈ മീനിനെ നോക്കി നിൽക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം അൽഫാമിലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ എന്നിട്ടും ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതാ കൊച്ചു കുട്ടികളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. സേഫ് ആയിട്ടുള്ളൊരു ഹൈറ്റിൽ ചുറ്റിനും ഇവർ എന്താണ് ബാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ വിഷയമൊന്നുമില്ല. നല്ല സേഫ്റ്റി ഉണ്ട്. കുട്ടികളൊന്നും അതിനകത്ത് വീണ് പോകുന്ന പേടിക്കണ്ട. ഇനി അവിടെ വലിയ ആഴമൊന്നുമില്ല. അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുട്ടിന് താഴത്തേക്കൊക്കെയുള്ള വെള്ളമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. ഒരു സൂപ്പ് ഓർഡർ ആക്കിയിരുന്നു, ഹോട്ട് ആൻഡ് സോർ ചിക്കൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പൊക്കെ അടിപൊളിയാണ്. അൽഫാം നല്ല നല്ല കിഡിലൻ അൽഫാമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ബേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടത്ത് കിട്ടിയ കുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
കുബൂസ് ആദ്യമേ നമ്മുടെ ഗ്രില്ലിൻ്റെ മേലെ വെച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അത് അത്രത്തോളം ഹോട്ട് അല്ലാത്തതുകൊണ്ട് പറഞ്ഞപ്പോൾ ഉടനെ കുബൂസ് വീണ്ടും ചൂടാക്കി കൊണ്ട് തരുമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഓരോ സമയത്തും നമ്മുടെ കൂടെ അവിടുത്തെ ബെയറേഴ്സ് നിന്ന് നമുക്ക് വേണ്ടതൊക്കെ ചോദിച്ച് ചെയ്തു തരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ചിക്കനൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ കൊല്ലത്ത് താമസിച്ചുകൊണ്ട് ഉള്ള ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ കൊല്ലത്തൊക്കെ ചിക്കൻ്റെ സൈസ് ഭയങ്കര കുറവാണ്, ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അൽഫാം കഴിച്ച് കഴിഞ്ഞാൽ അൽഫാമും ഒരു 2-3 പൊറോട്ടയും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. കൊല്ലത്തൊക്കെ ഒരു അൽഫാം കഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്നാക്സ് കഴിക്കുന്ന ഇഫക്റ്റ് പോലും ഉണ്ടാവില്ല, കുഞ്ഞു പീസാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാടായതുകൊണ്ട് തന്നെ വലിയ പൊറോട്ടയാണ്, വലിയ ചിക്കൻ പീസാണ്. മയോണൈസ് ഒക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് വെച്ച് നോക്കുകയാണ് അത് ചൂടാകുമോ എന്നുള്ളത്. ചൂടാവുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെക്സ്ചർ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്ത് തരാനായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. കരിവെള്ളൂർ ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ്. നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ്. ബോർഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. ആ, നമ്മുടെ കരിവെള്ളൂർ പാലത്തിനോട് ചേർന്നിട്ടാണ് വരുന്നത്. സോ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് ഇൻ കണ്ണൂർ. അപ്പോൾ പയ്യന്നൂരൊക്കെ ഉള്ളവർ വരിക ഫാമിലി ആയിട്ട്.